അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മൊഹ്സാൻ മിസ്റ്റിക്, എൻ്റെ അഭിപ്രായത്തിൽ മൈസ്റ്റിക്, ഓക്കെ, ആ മൈസ്റ്റിക്കിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു, ഇത് പൈസ കിട്ടുന്ന ഒരു കളിയാണ്, ആളുകൾക്ക് പൈസ മേടിച്ചു കൊടുക്കുന്ന ഒരു കളിയാണ്. ആ കളിയിലേക്ക് താഴേക്ക് വരുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് നല്ലൊരു ശതമാനം ഈ മുകളിലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവരുന്ന അഹോരാത്രം പണിയെടുക്കുന്ന ആ ടീമിന്, MLM നെറ്റ്വർക്കിൻ്റെ സെയിം സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ സനീബ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. വേറൊരു വ്യക്തിയും കൂടെ ഉണ്ട്, അവനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്തത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവനെക്കുറിച്ച് നമുക്ക് പറയാം. ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇനി പല ആളുകളും എൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ ഉണ്ടെങ്കിൽ പവർ എങ്ങനെ തെളിയിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലെന്ന് എങ്ങനെ തെളിയിക്കും? വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ് ഈ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പവർ ഉണ്ട് എന്നാണ്. അത് നിങ്ങളുടെ ആ ഒരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ ബേസിലാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിന് ഏറ്റവും ചുരുക്ക രൂപത്തിലുള്ള ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പണ്ട് യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത്, ഏത് കാലഘട്ടമാണെന്നൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചോളൂ. ആ സമയത്ത് മോർഫിൻ എന്ന് പറയുന്ന വേദന സംഹാരി ഇഞ്ചക്റ്റ് ചെയ്യുമായിരുന്നു. ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾക്ക് അംഗവൈകല്യം സംഭവിക്കുകയും മുറിവേൽക്കുകയും അങ്ങനെ ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് മോർഫിൻ തീർന്നുപോയ സമയത്ത് ആ ഡോക്ടർമാർ പച്ചവെള്ളം സിറിഞ്ചിൽ നിറച്ച് കുത്തിവെച്ചുകൊണ്ട് മോർഫിൻ ആണെന്ന് ആളുകളോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സ് അത് വിശ്വസിക്കുകയും അവർക്ക് വേദനയ്ക്ക് ശമനം കിട്ടുകയും ചെയ്തു. ഇത് ഫിസിക്കലി പ്രൂഫുള്ള കുറേ കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ. ഇതുപോലെ തന്നെയാണ് ഹിപ്നോട്ടിസം. ഞാനൊരു ഹിപ്നോട്ടിസ്റ്റാണ്. ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വ്യക്തിയെ അയാളുടെ പൂർണ്ണ സമ്മതത്തോടെ അനുവാദത്തോടും കൂടി അയാളുടെ വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക്, ഒരു റേഞ്ചിലേക്ക്, ഒരു ഡീപ്പ് ട്രാൻസിലേക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു വ്യക്തിയെ കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് പലതും ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇല്ലാത്ത പല കാര്യങ്ങളും അനുഭവവേദ്യമാക്കി കൊടുക്കാൻ സാധിക്കും. അത് സത്യമായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സംശയമുള്ള ആളുകൾ ഹിപ്നോട്ടിക് സെഷൻ ഞാൻ കണ്ടക്ട് ചെയ്യാം, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ വന്നോളൂ, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ സബ്മിഷൻ വേണം, കോൺസെൻട്രേഷൻ വേണം. ഈ ആൾ സംസാരിക്കുന്നത്, ഈ മൊഹ്സാൻ എന്ന് പറയുന്ന സനീബ് സംസാരിക്കുന്നത്, ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു നോർമൽ മനുഷ്യൻ സംസാരിക്കുന്ന പോലെയാണ്. അയാൾ സംസാരിക്കുന്നത് എക്സ്ട്രീം ലെവൽ, എക്സ്പെർട്ട് ലെവൽ ഹിപ്നോട്ടിസ്റ്റ് സംസാരിക്കുന്ന പോലെ പൗസ്ഡ് ആയിട്ടാണ്. ഇത് ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പൊള്ളും, സ്വാഭാവികമായിട്ടും പൊള്ളും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ സംസാരിക്കുന്നത് അങ്ങനെയാണ്. അയാളുടെ സംഭാഷണവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ അനലൈസ് ചെയ്തൊരു വ്യക്തിയാണ്. അയാൾ സംസാരിക്കുന്നത് നിങ്ങളോട് ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും. ഈ ഒരു രീതിയിൽ പറയും. ഇപ്പം ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നും പെട്ടെന്നൊരു ചേഞ്ച് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അടുത്ത വാക്ക് എന്നിൽ നിന്ന് എന്താണ് വരുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി നിങ്ങൾ എന്നിലേക്ക് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ആ ശ്രദ്ധയെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അത് അയാൾ നിങ്ങളിൽ നിന്നും നേടിയെടുക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ട്. അയാൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച തന്ത്രജ്ഞനാണ്. അയാൾ ഒരു തേങ്ങയുമല്ല, അല്ലാതെ അയാൾക്കൊരു പവറുമില്ല, ഒരു പച്ചയ്ക്ക് പറഞ്ഞ ഒരു കോപ്പുമില്ല. ഞാനത് ഇത്രയും ചലഞ്ചിങ് ആയിട്ട് പറയുകയാണ്. ഇനി പൈസയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന ആളുകൾക്കും ചേരുന്ന ആളുകൾ എവിടെയെങ്കിലും കടവടമൊക്കെ മേടിച്ച് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ താഴേക്ക് ആളെ ചേർത്താൽ നിങ്ങൾക്ക് പൈസ കിട്ടും. അതിനുള്ള തെളിവ് നമ്മുടെ മാമൻ പറയുന്നുണ്ട്. ഞാൻ എന്താ ഇന്നത്തെ ദിവസത്തിൽ, അതായത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ 3-ാം തീയതിയാണ്. 3-ാം തീയതിയിലെ മാമൻ്റെ ഡയലോഗ് കേൾപ്പിച്ചു തരാം. ശിവപ്രസാദ് എക്സ്പെഡിഷൻ്റെ മെമ്പറാണ്. അയാളുടെയൊക്കെ ഫേസ് നാട്ടുകാർ കാണുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അയാൾ ഇതിൻ്റെ കണ്ടക്ടറാണ്. നമുക്ക് നോക്കാം. വന്ന് നമുക്ക് കിട്ടിയ നല്ല നല്ല അനുഭവങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ പങ്കുവയ്ക്കുക. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ചലഞ്ചസ് ഉണ്ടെങ്കിലും ഇവിടെ സമർപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ട ഇപ്പോൾ ഗൈഡൻസ് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ പല പല ഡൗട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്താണോ ആ ഒരു സംവിധാനം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു മഹാവേദിയിലൂടെ അദ്ദേഹം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ. അദ്ദേഹം ഒരുക്കി തന്നിരിക്കുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ കണ്ടവന്റെ പൈസ നമ്മുടെ പോക്കറ്റിലേക്ക് എത്തിക്കാനുള്ള മെത്തേഡാണ്. പറയും ചേട്ടൻ പറയും കേൾക്കട്ടെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന,
ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് കണക്ഷൻ, ആ ബന്ധം നമുക്ക് നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ആ ബന്ധം നമുക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വേദിയിൽ നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ വന്ന് നമ്മൾ നല്ല നല്ല അനുഭവങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പിന്നെയും അങ്ങോട്ട് നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച രണ്ടുപേരും എക്സ്പെഡീഷന്റെ കാര്യം പറഞ്ഞു. പുതുതായിട്ട് ഈ ഒരു വേദി കേട്ടിരിക്കുന്ന ആൾക്കാര് എക്സ്പെഡീഷൻ എന്ന് പറയുന്നത്, മാമൻ ക്യാൻവാസിങ് തുടങ്ങുകയാണ്. എക്സ്പെഡീഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് മാമൻ പറഞ്ഞു തരും കേട്ടോ. ശിവപ്രസാദ് മാമ പറയൂ. മാമൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇവിടെ ആളുകൾ വെയിറ്റിംഗ് ആണ്. എക്സ്പെഡീഷൻ, അതിൻ്റെ അകത്ത് ചെറിയ പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാനിത് കേട്ടതാണ്, പക്ഷേ നിങ്ങളെ ഇതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കിത് കിട്ടിയിട്ടുണ്ടെന്ന് അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. ഓക്കെ, അവർ കൊടുത്തതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി അവർ സമ്പാദിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന്. എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഒരാൾ കൊടുത്തതിനേക്കാളും ഇരട്ടി അയാൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റുക? എങ്ങനെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് എങ്ങനെയാണ്, നിങ്ങളൊരു 100 രൂപ ഒരു സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അതിനൊരു ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ടാണെങ്കിലും അതിനൊരു പ്രത്യേക ഒരു പരിഗണന ഉണ്ടാവില്ല, ഒരു 10%. ഇനി ഈവൻ ഏറ്റവും വലിയ ബാങ്കുകൾ ഒരു 8% തരിക. അപ്പോൾ ഇയാൾ പറയുന്നത് കേട്ട് നോക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു മോർണിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 11 മാസം കഴിഞ്ഞു. 50,000-ന് മേളിൽ ആൾക്കാർ വളരെ സൗജന്യം, ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് നമ്മളെ പൂർണ്ണമായിട്ട് ഇവിടെ സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നല്ല നല്ല അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ആണ് നമ്മളെ ഇതിൻ്റെ ഒരു ഹയർ വേർഷനായ എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ തയ്യാറാകുന്നത്. ഇതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് പൂർണ്ണമായിട്ട് ഹിപ്നോട്ടൈസ്ഡ് ആവണം, എന്ന് വെച്ചാൽ അടിമയാവണം. അവരുടെ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ അവരുടെ ഒരു അടിമയായിട്ട് മാറണം, അവർ പറയുന്നതിനനുസരിച്ചിട്ട്. ഇതിൻ്റെയൊക്കെ അടുത്തടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ മൊഹ്സാൻ ആളുകളെ ഭയപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന വീഡിയോ, നിങ്ങളിത് ഷെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ തല തെറിക്കുമെന്ന രീതിയിലുള്ള വീഡിയോസ് അയാൾ പേടിപ്പിക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ പാർട്ടിസിപ്പൻസിനോട് പറയുന്നത്, നിങ്ങളിത് ഷെയർ ചെയ്യണം, അത് നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യമാണ്, ഉണ്ട. അതിന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊപ്പമുള്ള 1 വർഷത്തെ യാത്രയാണ്. അപ്പൊ ആ ഒരു യാത്രയില് നമുക്കറിയാം ഈ ഒരു കാരണം ഈ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൊല്യൂഷൻസും ഈ ഒരു വേദിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹമായിട്ടുള്ള 1 വർഷത്തെ യാത്ര നമുക്ക് വേണം. അല്ല, അതിന് ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അത് എനിക്ക് നേടിയെടുക്കണം എന്നുള്ള പൂർണ്ണമായിട്ട് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഇയാൾ പറയുന്നതേ 1 വർഷത്തെ യാത്രയുടെ കാര്യമാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തായാലും അടിമകളായി തുടങ്ങി. അടിമകളായ ആളുകളോടാണ് കേട്ടോ, അല്ലാതെ മലയാളികളോട് മൊത്തത്തിലുള്ള ചോദ്യമല്ല. ഈ 1 വർഷം കഴിഞ്ഞെന്നാൽ നിങ്ങൾ എങ്ങനെ കണ്ടിന്യൂ ചെയ്യും? വീണ്ടും 50,000 കൊടുക്കുമോ? അതിനുള്ളത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ, അതിപ്പോൾ പുള്ളി തന്നെ പറയും. അപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞെന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇയാളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? എങ്ങനെയാണ്? ചോദ്യങ്ങളൊക്കെ കുറെ ഉണ്ട് ബൈ. അതിനൊരു പെയ്ഡ് വേർഷനാണ്, അതൊരു പെയ്ഡ് ആണ്. കാരണം അത് അദ്ദേഹത്തിന്റെ തന്നെ ആ ഒരു ജീവൻ, അല്ലെങ്കിൽ ആ ഒരു ബന്ധം, എന്താണോ ആ ഒരു ജീവിതം തന്നെ ബലി കൊടുത്തുകൊണ്ട് നേടിയിട്ടുള്ള പല പല അറിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു വേദിയിൽ. ജീവൻ ബലി കൊടുത്ത് നേടിയ അറിവുകൾ. എങ്ങനെ ഇതൊക്കെ കേട്ടാൽ നമ്മൾ ചിരിക്കാതിരിക്കും? നാട്ടുകാർ കഷ്ടപ്പെട്ട പൈസ തേംസ് ബി LLP എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടാക്കി, അതിൻ്റെ അത് കുറേ അവന്മാർ കൂടെ മോട്ടിച്ച് അതും കൊണ്ടുപോയി ഇൻവെസ്റ്റും ചെയ്ത് സെറ്റിലായി. അവസാനം ഇപ്പോൾ അതും എവിടേക്കോ ലോക്കായി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ കേരളത്തിലോട്ട് വരാൻ പറ്റത്തില്ല, കർണാടകയിൽ വരാൻ പറ്റത്തില്ല, തമിഴ്നാട്ടിൽ വരാൻ പറ്റത്തില്ല, കുടുംബമായിട്ട് ബന്ധപ്പെടാൻ പറ്റത്തില്ല. ഒരു ദൈവത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നമ്മളൊക്കെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ, എൻ്റർടൈൻ ചെയ്യുമ്പോൾ ദൈവമായ അവന് ഇതൊന്നുമില്ല. എന്തവസ്ഥയല്ലേ ശരിക്കും? അതെന്താ പറയാ, അതൊരു പ്രത്യേക തലമാണ്, നമുക്ക് ഒരു വാക്കുകൊണ്ടൊന്നും പറയാൻ സാധിക്കില്ല. ചില ദിവസങ്ങളിൽ ഈ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം വന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു 15 മുതൽ 20-21 മിനിറ്റോളം ഒരു പവർ സെഷൻ നമുക്ക് കിട്ടാറുണ്ട്. പാവപ്പെട്ടാൻ വന്നു കഴിഞ്ഞാൽ ആകെ 15 മുതൽ 20 മിനിറ്റ് വരെയുള്ള സെഷനേ കിട്ടാറുള്ളൂ കേട്ടോ. ഞാനിവിടെ വീഡിയോ ചെയ്യുന്നുണ്ട്, അതിനേക്കാൾ കൂടുതൽ ടൈം. എന്ന് വെച്ചാൽ അദ്ദേഹം ഭയങ്കര ബിസിയാണ്. ഇത്രയും പേരെ കണക്കൊക്കെ നോക്കണ്ടേ? ഒരു ദിവസം തന്നെ 50,000 രൂപ വെച്ചിട്ടൊക്കെ നാട്ടുകാരെ പറ്റിക്കുന്ന പൈസ എത്ര പേരാ വന്ന അബദ്ധത്തിൽ ചാടുന്നത്, അവരുടെ പൈസയുടെ കണക്ക്. അത് കൊണ്ടുവന്ന ആളുകൾ ഇവിടെ എന്ന് പറയുന്നത് ഈ റെഫറൽ പ്രോഗ്രാം അല്ലല്ലോ, ഒരു ചാനൽ ത്രൂ വരുന്നില്ല. അപ്പോൾ ഇത് ആരാ കൊണ്ടുവന്നത്, അവരെ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ അകത്ത് കിട്ടുന്ന പേരും ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ട് വേണം ഇതൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കാൻ. എൻ്റെ പേരിൽ 100 പേര് എന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കൊരു 20 ലക്ഷം രൂപ കിട്ടുക
എന്തായിരിക്കും എക്സ്പെക്ടേഷൻ ആണ്. അപ്പോൾ അതിന്റെ ഏകദേശം 1 മണിക്കൂറോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എക്സ്പെഡീഷൻ എന്ന് പറയുന്നത്. അതെല്ലാ വ്യാഴാഴ്ചയും രാത്രി 10:10 ആ പ്രോഗ്രാം. അത് നാളെയാണ്. അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും ഈ ഒരു വേദിയിൽ നമ്മൾ ഇരുന്ന് നല്ല നല്ല എക്സ്പീരിയൻസ് ആണ്, നമുക്ക് നല്ല നല്ല അനുഭവങ്ങളുമാണ്, ആ ഒരു ശക്തമായ ഗൈഡൻസ് ആണ് നമുക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് പുതുതായിട്ട് ഈ ഒരു വേദിയിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഭാഗമാകാൻ ശ്രമിക്കുക. അതിനൊരു പെയ്ഡ് എമൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുണ്ട്. പക്ഷെ അത് എന്ന് പറയുന്നത് നമുക്കൊരു അതിലേക്ക് വരാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ സാമ്പത്തികം എന്ന് പറയുന്നത് അതൊരു മാനദണ്ഡം മാത്രമാണ്. കാരണം അതെങ്ങനെ തന്നെയാണെങ്കിലും നമ്മളിലേക്ക് എത്തിച്ചേരും. അതിനൊരു നിയോഗമുണ്ടെങ്കിൽ, ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്താൻ നമുക്ക് യോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് എത്തിച്ചേരും. ഇപ്പം ദീപ്തി മാം പറഞ്ഞ പോലെ അവർക്ക് ഹൗസ് വൈഫാണ്, പക്ഷെ വേറെ ഒരു മാർഗം അവർക്കില്ലാതെ നിന്നിട്ട് പോലും അവർ അതിന് തയ്യാറായപ്പോൾ അവർക്ക് ആ സാമ്പത്തികം അവരിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന, അതായത് അവർ പലിശക്കടം മേടിച്ചതായിരിക്കും കേട്ടോ ഇതിനകത്തേക്ക് ചേരാൻ വേണ്ടി. കാര്യം അത്രയും ഹിപ്നോട്ടൈസ്ഡ് ആയി ആളുകൾ, ഹിപ്നോട്ടൈസ്ഡ് ആയി. ആക്ച്വലി നമ്മളിപ്പോൾ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഹിപ്നോട്ടൈസ്ഡ് ആവത്തില്ലേ, ഭയങ്കര നമുക്ക് പിന്നീട് അവിടെ പിന്നെയും പോകാൻ തോന്നും എന്നൊക്കെ പറഞ്ഞാൽ ഈ വാക്കുകളുടെ മാസ്മരികത എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങോട്ട് അത് മാത്രമല്ല കുറേ ഉണ്ട്. പറയാം പുള്ളി പറയട്ടെ. പുള്ളി പറയുന്നത് എന്താണ്, ഇപ്പോൾ പൈസ ഇല്ലാതെ ഒരാൾ അതിൻ്റെ അകത്തേക്ക് വളരെ കഷ്ടപ്പെട്ട് എവിടുന്നേക്കോ പൈസ സംഘടിപ്പിച്ചിട്ട് വന്നു. ഓരോ ആൾക്കാരും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു വേദിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അതിന് തയ്യാറായി ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊക്കെ വേണ്ടിയുള്ള സാമ്പത്തികം നമ്മളിലേക്ക് എത്തിച്ചേരും. ഇനി ആ ഒരു സാമ്പത്തികം നമുക്ക് വന്നെന്ന് വിചാരിക്കട്ടെ, അത് വന്ന് 1-2 മാസത്തിനകം അതിന്റെ എത്രയോ ഇരട്ടി നമ്മളിലേക്ക് വീണ്ടും വരും. എന്താ പറഞ്ഞേ, നമ്മൾ ഇതിനു വേണ്ടി ഒരു സാമ്പത്തികം മുടക്കിയാൽ അതിൻ്റെ എത്രയോ ഇരട്ടി 1-2 മാസത്തിനുള്ളിൽ നമുക്ക് വന്ന് ചേരും. എവിടുന്ന് വന്ന് ചേരും? നിങ്ങൾ പറ, എന്നോട് പറ, നിങ്ങൾ പറ. എവിടുന്നാ വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറുതെ ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിരുന്ന് ചെയ്യുന്ന സാമ്പത്തികം വരുമോ? ഇല്ല ഗൈസ്, നിങ്ങൾ ഷെയർ ചെയ്യണം. 100 പേരിലേക്ക്, 200 പേരിലേക്ക്, 500 പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. യു ആർ ദ മാർക്കറ്റിംഗ് പേഴ്സൺ. യു ആർ ക്യാച്ചിങ് പീപ്പിൾ. യു ആർ പിക്കിങ് സം ഓഫ് യുവർ കോണ്ടാക്ട്സ്. അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കും. എന്നിട്ട് എനിക്കത് കിട്ടിയടി, എനിക്കത് കിട്ടിയടി എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളിതിങ്ങനെ സ്പ്രെഡ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറേ ഇല്ലാത്തതും പൊല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ജനിപ്പിച്ച അച്ഛനുമായിട്ടുള്ള ബന്ധമേ ഒരു ചേച്ചി പറഞ്ഞതാണ്. ഞാൻ കേൾപ്പിച്ചിറങ്ങണം വന്നിട്ടുള്ളത്. ഇപ്പോഴും എനിക്ക് ബ്ലോക്കുകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഇതിൽ കൂടെ എക്സ്പീരിയൻസ് പറയുമ്പോഴാണ് എനിക്ക് അത് കിട്ടുന്നത്. മോർണിംഗ് പ്രയറിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആ ഒരു ക്ലൂ തരും. അങ്ങനെ ഞാനത് മാറ്റുന്നുണ്ട്. പക്ഷെ പിന്നെ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഒടയാത്ത ഒരു ബന്ധം എനിക്ക് കിട്ടാൻ എന്താണ് എനിക്ക് ബ്ലോക്കായിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചും കൊണ്ടേ നിന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ കോളാണ് വരുന്നത്. അപ്പം ഞാൻ ഓടിപ്പോയി ഫോൺ എടുത്തു. അപ്പോൾ ഹലോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അറിയാണ്ടാണ് ആ കോൾ എന്നെ വിളിക്കുന്നത്. ഞാൻ എത്ര ചോദിച്ചിട്ടും ഹലോ എന്ന് ചോദിക്കാൻ പാടില്ല എന്നാണ് എത്ര ചോദിച്ചിട്ടും ഇങ്ങോട്ട് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ അറിയാണ്ട് ആ കോള് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ അച്ഛനാണോ എനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പം ഞാൻ അന്നേരം തന്നെ അച്ഛൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ആ മനസ്സിലാണല്ലോ ആ നമ്പർ ഉള്ളത്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്താൽ അത് മാറില്ലല്ലോ. അച്ഛൻ്റെ നമ്പറിൽ നമുക്ക് എപ്പോഴും ബൈ ഹാർട്ടല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു, അന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അച്ഛൻ ഞാൻ ക്ലാസ്സിൽ കേൾക്കുന്നതിനൊന്നും എന്നെ ചീത്ത ഒന്നും പറയുന്നില്ല. പക്ഷെ ഈ പിന്നെ ഇത് ചെയ്യുമ്പോ ഉറക്കം കഴിയുമ്പോ എന്നെ ചീത്ത അറിയുന്നുണ്ട്. ആ ചേച്ചിയുടെ അച്ഛനുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്താൽ അച്ഛൻ്റെ കോള് വന്നു. അപ്പോൾ അച്ഛനുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് കട്ട് ചെയ്താൽ എൻ്റെ പൊന്നടാ പോയി. എന്തോന്നടാ ഇതൊക്കെ? നീനിയൊക്കെ എന്തോന്നടാ ഈ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ? സ്വന്തം ജനിപ്പിച്ച അച്ഛനും അമ്മയുമായിട്ടുള്ള ബന്ധം ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് ഈ സ്വർഗം എന്ന് പറയുന്നത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുക, ഭൂമിയിലുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അത് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് തീർത്തും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പിതാവ് മരണപ്പെട്ടു പോയി. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമം എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോഴും എനിക്ക് ആലോചിക്കാൻ പറ്റാത്തത്രയും വിഷമമുള്ളൊരു കാര്യമാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു അച്ഛനുമായിട്ട് ബന്ധം മുഴുവൻ കട്ട് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് കണക്ഷൻ കറക്റ്റാകും. ഇവനെയൊക്കെ അടിച്ച് ചെപ്പ പൊട്ടിക്കണം. അതിൻ്റെയൊക്കെ അടിച്ച് ചെപ്പ
ഇന്ന് വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി മാതാപിതാക്കളെ തല്ലുന്ന മക്കൾ, അങ്ങനെ തള്ളി അവിടെ ആർക്കും വേണ്ടാതെ കൊണ്ട് കളയുന്ന മക്കളുള്ള ഈ നാട്ടിൽ, ഇപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന അച്ഛനുമായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യാൻ പറയുന്ന ഇവൻ എവിടുത്തെ മറ്റോ ഈ വേട്ടാവളിയനെയൊക്കെ തലയെ പൊക്കി വെക്കുന്ന ആളുകളെ, ഓഹോ ഓഹോ ഓഹോ, നിങ്ങൾക്ക് ഈ അറേബ്യൻ കാലഘട്ടത്തിൽ പറഞ്ഞ ജാഹിലിയ കാലഘട്ടം, യാതൊരു അറിവുമില്ലാത്ത കാലഘട്ടം, മനുഷ്യകുലമുണ്ടായത് എപ്പോഴാണെന്ന് നമുക്കറിയാൻ പറ്റാത്തതുകൊണ്ട് അത്രയും പിന്നിലേക്ക് പോകേണ്ട ഒരു കാലഘട്ടം. എടാ പോടാ എഴുന്നേറ്റ്, അവൻ പൈസയും മേടിച്ച് നാട്ടുകാരെ കൊണ്ട് ഷെയറും ചെയ്യിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ച് എന്നിട്ട് അത് ഇവർക്ക് കൊടുത്തിട്ട് ഇവരെ കൊണ്ട് വലിയ പ്രൊമോട്ടേഴ്സ് ആക്കിയിട്ട് അവൻ്റെ തള്ളോട് തള്ളു, അവൻ്റെ പ്രാർത്ഥന വാങ്ങാത്തൊലി. വരും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നമുക്ക് മാമന്മാർ എല്ലാ ദിവസവും ലൈവ് ഇടണം, എല്ലാ ദിവസവും ഈ പൈസയെക്കുറിച്ച് പറയണം, അതിൻ്റെ കറക്റ്റ് എമൗണ്ട് പറയണം. ഇങ്ങനെ അറ്റവും മൂല്യം നേരത്തെ 24,999 ആയിരുന്നു, ഇപ്പോൾ അത് 50,999 അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൈസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൂഫാകും. സാറേ പ്ലീസ് പറയൂ, ഏത് അക്കൗണ്ടിലേക്ക് അയക്കണമെന്നൊക്കെ നമ്മുടെ ഈ മീറ്റിങ്ങിൽ പറയൂ സാർ പ്ലീസ്. എന്തിനാണ് വാട്സാപ്പിലേക്കൊക്കെ വിളിക്കുന്നത്? പറയൂ പ്ലീസ്, ഞങ്ങളൊന്ന് അറിഞ്ഞോട്ടെ. എന്ത് ഞങ്ങൾക്ക് കിട്ടും? ഞാനൊരു 10 പേരെ തന്നാൽ എനിക്കെന്ത് കിട്ടും? ഒന്ന് പറയൂ സാർ. കുറേ അന്ധവിശ്വാസികളെ നമുക്ക് സംഘടിപ്പിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട മലയാളികളെ, സുഹൃത്തുക്കളെ, ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട്ലി ചീറ്റിംഗ്. ഇറ്റ്സ് എ MLM, ഓക്കെ, മണി ചെയിൻ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മണി ചെയിൻ സ്കാം. സോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവൻ്റെയൊക്കെ ഈ വാക്കുകളിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റായി ഇരിക്കുന്നതിനോ, നിങ്ങൾ ധ്യാനിക്കുന്നതിനോ, നിങ്ങൾ യോഗ ചെയ്യുന്നതിനോ, നിങ്ങളൊരു ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നതിനോ അതിനൊന്നും ഞാൻ പറയുന്നില്ല. ദൈവത്തിലേക്കൊരു പാലം, എക്സ്ട്രീം ലെവൽ പാലം എന്ന് പറയുന്നത് പക്ക ഫേക്കാണ്. ഇവൻ എന്ത് തേങ്ങ കിട്ടിയെന്നാണ് ഇവൻ പറയുന്നത്. ഇവൻ ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല. ഇവന് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ പൊട്ടത്തരമാണ്, നിങ്ങളുടെയൊക്കെ മണ്ടത്തരമാണ്. അതിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെയൊക്കെ സബ് കോൺഷ്യസിലേക്ക് കുറച്ച് വിശ്വാസങ്ങളെ അങ്ങോട്ട് തള്ളി വെച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അങ്ങ് വീണ് പോകും എന്നവൻ മനസ്സിലാക്കി അവനത് മാർക്കറ്റ് ചെയ്യുന്നു. ആ മാർക്കറ്റിങ്ങിലൂടെ അവനെ സപ്പോർട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന കുറേ ആളുകൾ നിങ്ങളുടെ ഇടയിൽ വീണ്ടും കിടന്ന് വിരകുന്നു. ആ വിരകലിൽ നിങ്ങൾ പെട്ടുപോകരുത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അതാണ് പറയാനുള്ളത്. വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് പാടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇതൊക്കെ ഷെയർ ചെയ്യണം, ഇതൊക്കെ മലയാളികൾ അറിയണം, നാട്ടുകാരറിയണം. ഇത്തരം തട്ടിപ്പുകൾ നമ്മൾ പൊളിച്ച് കാണിക്കണം. കാരണം ഒരു മനുഷ്യൻ്റെ ആശ്രയമാണ് പലപ്പോഴും ദൈവം. സോ ആ ദൈവത്തിന് വരെ വിറ്റ് കാശാക്കിയാൽ പിന്നെന്താ അല്ലേ? അപ്പോൾ കാണാം. ബൈ, സീ.